വിവാദങ്ങൾ ഒഴിയുന്നില്ല. പാലക്കാട് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ എതിർപ്പ് പരസ്യമാക്കിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് കെ മുരളീധരൻ. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതും ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചതിലുമാണ് എതിർപ്പെന്ന് കെ മുരളീധരൻ പറയുന്നു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ടിവിയിലൂടെയാണ് അറിഞ്ഞത്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതിനാൽ കൂടുതലൊന്നും പറയാനില്ല എന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. അരുൺ സോളമൻ ചേരും വിവരങ്ങളുമായി. അരുൺ, ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പറയുകയാണ് കെ മുരളീധരൻ അല്ലേ? വിനീത, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിൽ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സന്ദീപ് വാര്യർ 2 ആഴ്ചയ്ക്ക് മുന്നേ എത്തിയിരുന്നുവെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാമായിരുന്നു. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച വിമർശിച്ച വ്യക്തിയാണ് സന്ദീപ് വാര്യർ. ഇതാണ് അദ്ദേഹത്തെ എതിർക്കാനുള്ള പ്രധാന കാരണം. രണ്ടാമത്തത് പ്രധാനമായും ഈ ഗാന്ധി വധത്തെ ന്യായീകരിച്ച വ്യക്തിയാണ് സന്ദീപ് വാര്യർ. ഈ 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. പൂർണ്ണമായിട്ടും അദ്ദേഹത്തോട് എതിർപ്പുണ്ട്. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമായി പറയുന്നത് താൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. ആ നിലപാടിനെ അദ്ദേഹം അംഗീകരിക്കുന്നു. ഇന്ന് മുതൽ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തി. ഇന്ന് അദ്ദേഹം പാണക്കാട് തങ്ങൾ ഫാമിലിയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം എത്തുകയും ഇന്നിപ്പോൾ അദ്ദേഹം UDFന്റെ നേതാവായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മുതലുള്ള സന്ദീപ് വാര്യരുടെ പ്രവർത്തനങ്ങൾ മാത്രം വിലയിരുത്തിയാൽ മതി, കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പിരിഞ്ഞത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സന്ദീപിന്റെ പൂർവ്വകാല അദ്ദേഹത്തിന്റെ ഈ നിലപാടുകളാണ്. BJPയിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അടക്കമുള്ളവയിൽ ഒരു ഒളിയമ്പെന്നോണം മുരളീധരൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിച്ചു കടത്തുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഈ ഗാന്ധി വധത്തെ ന്യായീകരിച്ചതാണ് അദ്ദേഹത്തെ പ്രധാനമായും അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയമാകുമ്പോൾ ജനാധിപത്യത്തിൽ സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ് ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത്. അത് സ്വാഭാവികമാണെന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ ചന്ദ്രശേഖർ പോലുള്ള വ്യക്തികൾ നാളെ കോൺഗ്രസിലേക്ക് എത്തിയാൽ താൻ സ്വാഗതം ചെയ്യും എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി കെ മുരളീധരൻ പറയുമ്പോഴും സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അത് നേരത്തെയും പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൽ അനുബന്ധമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത് മുരളീധരൻ അറിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി വളരെ വ്യക്തമാണ്. സന്ദീപ് വാര്യർ വരുന്നത് ടിവിയിലൂടെയാണ് താൻ അറിഞ്ഞത്. താനൊരു സാധാരണ പ്രവർത്തകനാണ്. താൻ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ല, ഒരു സാധാരണ എളിയ പ്രവർത്തകൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടിവിയിലൂടെയാണ് ഈ കാര്യം അറിഞ്ഞതെന്നുകൂടി അദ്ദേഹം വളരെ പരിഹാസത്തോടെയും വിമർശനത്തോടും കൂടി ഒരുപോലെ കോൺഗ്രസിനെയും അദ്ദേഹം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ സന്ദീപ് വാര്യരുടെ വരവിനെ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് 2ാം ദിവസവും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയതിനോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു പരസ്യമാക്കിയിട്ടുണ്ട് കെ മുരളീധരൻ.